രണ്ടാളും വന്ന് ചോറ് കഴിക്ക്. അമ്മ വാരിയൊന്നും തരൂല, രണ്ടാളും ഒറ്റക്ക് വാരി കഴിക്കേ. അമ്മ പറഞ്ഞല്ല, ഇനി മുതൽ അമ്മ വാരി തരൂല, ഒറ്റക്ക് വാരി കഴിച്ച് പഠിക്കണം. പിന്നെ കഴിച്ചാൽ മാത്രം പോരാ, കഴിച്ച പാത്രം കഴുകി വെക്കണം കേട്ടാ. ഭാവി ഇപ്പൊ കഴുകണ്ട കേട്ടാ, വാവ ചെറുതല്ലേ. പക്ഷെ വാവ ചേച്ചിട്ട് എത്രയാകുമ്പോ ഭാവിയും കഴുകണേ. എന്നാ രണ്ടാളും നിലത്തൊന്നാക്കാണ്ട് കഴിക്കട്ടാ. ഫാദർ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഫാദർ ഫാദർ കുടിക്കാൻ എന്തെങ്കിലും വേണ്ട മോളെ, പോന്നു. പിന്നെ ഡോക്ടർ എന്ത് പറഞ്ഞു? ഡോക്ടർ എന്ത് പറയാനാ ഫാദർ, ക്യാൻസർ അല്ലേ. മാത്രം എന്താ ഫാദർ ഒരു ക്രൂരത കാണിക്കുന്നത്? മോളെ, നീ തളരരുത്. നീ തളർന്നാൽ ഈ കുഞ്ഞുങ്ങൾ. എന്റെ ഫാദർ, ഞാൻ തളരില്ല. എന്റെ മരണം വരെ എന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ തളരില്ല. ഈ വീട് വിറ്റതിന്റെ കുറച്ച് പണം കിട്ടാനുണ്ട് ഫാദർ. അതുകൂടെ ഫാദർ എന്റെ മക്കളുടെ പേരിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. നാളെ എന്റെ മക്കൾക്ക് ഒരാവശ്യം വരുമ്പോൾ അത് ഉപകരിക്കുമല്ലോ. എനിക്കിതൊക്കെ പറയാൻ ഫാദർ മാത്രമേ ഈ ഭൂമിയിലുള്ളൂ. എന്റെ മക്കളുടെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ അവർക്ക് ഗതി വരില്ലായിരുന്നു ഫാദർ. മോളെ, നീ പ്രാർത്ഥിക്കുക, പ്രാർത്ഥന കൈവിടരുത്. ഫാദർ പോയി വരാം മോളെ. ശരി ഫാദർ. മക്കളെ, അമ്മേന്റെ മക്കൾ രണ്ടാളും ഒരു കാര്യം പറയട്ടെ. അമ്മയില്ലേ, അമ്മേന്റെ മക്കളെ രണ്ടാളെയും നമ്മളെ ഫാദറിന്റെ അടുത്താക്കിയിട്ട് ദൂരെ ഒരു യാത്ര പോകുന്നു വിചാരിക്കും. എന്റെ മക്കള് രണ്ടാളും നമ്മളെ ഫാദറിന്റെ അടുത്ത് നിൽക്കുക. അമ്മ വേഗം വരും കേട്ടാ. പിന്നെ അവിടെ ഫാദറിന്റെ അടുത്ത് നിൽക്കുമ്പോ അവിടെ കുറേ കുട്ടികളുണ്ടാവും. എന്റെ മക്കള് അവരോട് തല്ലു പിടിക്കാനോ ഒന്നും ചെയ്യരുത്. പിന്നെ നല്ല കുട്ടികളായിട്ട് നിൽക്കണം. വാവ അമ്മയോട് വാശി പിടിക്കുന്ന പോലെ വാശി പിടിച്ചാല് അപ്പോൾ അവനെ പുറത്ത് മനസ്സിലാക്കണം. അമ്മയില്ലേ, എന്തും എന്റെ മക്കളെ കൂടെ തന്നെ ഉണ്ടാവും കേട്ടാ.